ഹലോ. ഇന്നത്തെ വീഡിയോ ട്രെൻഡിങ് വീഡിയോ എന്ന് പറയും. ട്രെൻഡിങ് വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് ഒരാൾ വരുന്നു. അദ്ദേഹം ആദ്യം വരുമ്പോൾ മാതാപിതാക്കളെ അറിയിക്കാതെ വീട്ടിൽ വരുന്നു, പെങ്ങളെ അറിയിക്കാതെ വീട്ടിൽ വരുന്നു, മക്കളെ അറിയിക്കാതെ വീട്ടിൽ വരുന്നു. വന്നിട്ട് ഭാര്യനെ അമ്മയും കെട്ടിപ്പിടിക്കുന്നു, ഭാര്യനെ കണ്ടമാനം കെട്ടിപ്പിടിക്കുന്നു. അതിൽ മൊബൈലിൽ കൂടി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തിൻ്റെ കൊണ്ടാട്ടം, ഭയങ്കര സന്തോഷമാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആ സന്തോഷം വരാൻ കാരണം എന്താണ്? ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട് കുബൂസ് തിന്നിട്ട് കഷ്ടപ്പെട്ട് അറബീൻ്റെ ചാട്ടവാറടി കൊണ്ട് പല അവന്മാരെ തെണ്ടിത്തനം കേട്ട് അവിടെ അവന്മാരെ നാറിയ തെറിയും വിളിച്ച് വിളി കേട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ ഓരോ വീഡിയോ കാണണം. മക്കൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്, മാതാപിതാക്കൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഭാര്യ പൊട്ടിക്കരയുന്നുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഭയങ്കര. കാരണം ബമ്പം വീട് വെച്ചില്ലേ, ബമ്പം വീട് വെച്ചിട്ടുണ്ട്. വലിയ വീടാണ് വെച്ചിരിക്കുന്നത്. 2 3 കിടക്കാൻ വേണ്ടി ഭയങ്കര വീടാണ് വെച്ചിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് കാണുമ്പോൾ നല്ല ഭയങ്കര സന്തോഷമാണ്. കണ്ടോ സർപ്രൈസ്? കണ്ടോ ഒരു കൊച്ചിന് കണ്ടോ? അതാണ് അവർക്ക് കൊടുക്കണ ഒരു ബിസ്ക് സല്യൂട്ട് നെല്ലിക്കൊണ്ട് ഓരോരുത്തന്മാർ ഇൻസ്റ്റാഗ്രാം ചെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ വരുമ്പോൾ മാത്രമുള്ളൂ ചിരിയുള്ളൂ. ഗൾഫിൽ നിന്ന് വരുമ്പോൾ മാത്രമുള്ളൂ ചിരിയുള്ളൂ. രാത്രി കിടക്കപ്പായിൽ ചോദിക്കും, പെണ്ണുമ്പളെ ചോദിക്കും ഇനി എന്നാ പോണമെന്ന് ചോദിക്കും. അപ്പോൾ ഉള്ള മൂടും പോയി. അനുഭവം ഞാൻ പറഞ്ഞ ഒരാൾ പറഞ്ഞ അനുഭവം പറഞ്ഞാണ് കേട്ടോ. എൻ്റെ സ്വന്തം ഇഷ്ടം. ഞാൻ ഗൾഫിൽ പോയിട്ടില്ല, ഞാൻ ഇവിടെ കിടന്നുള്ള പണിയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ അനുഭവം ഇല്ല. ഗൾഫിൽ പോയവരൊന്ന് പറയാണ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചില കൊച്ചു കേരളത്തിൽ നിന്ന് ഈ അടിമാലിയിൽ വന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. അടിമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് പണിയെടുക്കുന്നുണ്ട്. ചില സ്ഥലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. രാത്രി ഭാര്യ ചോദിക്കുന്ന എന്താണ്? മനുഷ്യ, എൻ്റെ കെട്ടിയവനെ, നിങ്ങൾ എന്താ ഭക്ഷണം കഴിച്ചത്? അവിടെ എന്താ ഭക്ഷണം കഴിക്കുന്നത്? നിങ്ങൾ അവിടെ സുഖം തന്നെയോ? എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടോ? അതല്ല ചോദിക്കുന്നത്. ആദ്യ ദിവസം ഭാര്യ ചോദിക്കുന്നതിലട്ടെ, കിടക്കാൻ പോകുമ്പോൾ, കിടക്കാൻ കെട്ടിപ്പിടിക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടെ, ഇനി എന്നാ പോണത്? അതാണ് പൈസയാണ് ടാർഗറ്റ്. മനുഷ്യനല്ല ടാർഗറ്റ്, പൈസയാണ് ടാർഗറ്റ്. അത് ഭാര്യയ്ക്കാവട്ടെ, മക്കൾക്കാവട്ടെ. ഉമ്മ മാത്രം പറയൂല, എടാ വെള്ളം കുടിച്ചിട്ട് ഇവിടെ കിടക്കാമെന്ന് പറയും. തന്തയും ചിലപ്പം പറയും. ഇനി പോകണ്ടടാ, നമുക്ക് ഇവിടെ എന്തെങ്കിലും നോക്കാം. മറ്റാരും പറയൂല. ഈ കേരളത്തിൽ നിന്ന് ഒരാൾ അടിമാലി വന്ന് ജോലി എടുക്കുക. അത്യാവശ്യം നല്ല വീടുണ്ട്. രാത്രിയാകുമ്പോൾ ഭാര്യ തുടങ്ങും, അപ്പുറത്തെ വീട്ടിലെ 30,000 ബെഡാ കേട്ടോ. ഇവിടെ ഉള്ള ഭയങ്കര നിസ്കരികളാ. ഇവരൊക്കെ നിസ്കാരത്തിൻ്റെ കൂമ്പാരമാണ്. നിസ്കരിക്കാൻ ഭയങ്കര മിടുക്കികളാണ്. അടുത്ത വീട്ടിലെ സാധനം കണ്ട് അസൂയപ്പെടുന്ന കൂട്ടരാണ് ഇവരൊക്കെ. സങ്കടകരമായിട്ടാണ് ഞാൻ ഇത് വാക്കുകൾ പറയുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്ന എന്തിനെന്ന് പറ. അടുത്ത വീട്ടിലെ സാധനം കണ്ടെന്ന് ഇവിടെ പൊങ്ങച്ചാൻ പറയാനാണ് നിസ്കരിക്കുന്നത്. ഭർത്താവിന് ഒരു സമാധാനം കൊടുക്കാത്ത നീയൊക്കെ എന്നാ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ പറ. അവൻ ഗൾഫിൽ പോയത് കുപ്പൂസ് വെള്ളവും കുടിച്ചിട്ട് ഉണ്ടാക്കിയാട്ടോ നിങ്ങൾക്കൊക്കെ കൊണ്ടുവന്നത്. 2 3 വർഷം 4 വർഷം കഴിഞ്ഞ് വരുമ്പോൾ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ വരുമ്പോൾ നീയൊക്കെ പിന്നെ ചോദിക്കുന്നതട്ടെ എന്നെ എന്നാ പോണത്? നിന്റെ തൊണ്ണേന്ന് ആഹാരം ഇറങ്ങുമോ നിങ്ങളൊക്കെ? അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതേ എന്ന് പോണെങ്കിൽ പോട്ട്. നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. സ്നേഹത്തിൻ്റെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. സ്നേഹം, ചിരിയായിരിക്കണം. അവളെ നല്ല സുഖിക്കാൻ വേണ്ടി പോണാണോ?
ഒരു അറബിക്കൊച്ച് ഒരാൾ നിന്റെ കെട്ടിയവൻ്റെ അടുത്തോ നിങ്ങളെ കെട്ടിയവന്മാർ പോയിട്ടുണ്ട് ചോദിക്കും. ഒരു അറബിക്കൊച്ച് ഒരാളെ ഒരു ഇന്ത്യക്കാരൻ്റെ തലയിൽ മുട്ട എടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടികൾ, ഇപ്പം നമ്മളൊരു പട്ടീനെ കല്ലെടുത്തെറിയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു പട്ടിയെ കല്ലെടുത്തെറിയുക ചെയ്ത് നോക്കാൻ പാടില്ല. ആ അറബിക്കൊച്ചിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജയിലില്ല നീ. അത്രയും കഷ്ടപ്പെട്ട് അവർ വളർന്നിട്ട് നിനക്കൊക്കെ സാധനം ഉണ്ടാക്കി തന്നിട്ട് ഇനി എന്നാ പോകണമെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയൊന്നും ചോദിക്കല്ലേ കേട്ടോ, ചോദിക്കരുത്. അവർ ഗൾഫിൽ സൂഹിക്കാൻ പോകുന്നതല്ല, അവിടെ ഈ ചാള അടുക്കിയിട്ടിരിക്കുന്ന പോലെ കിടക്കുന്നത്, ഒന്നിനെ മോളെ ഒന്നിനും ഇങ്ങനെ കിടക്കുക. ഗൾഫിൽ നിന്ന് വരുമ്പം കുറേ ഒരു ക്യാമറയും കൊണ്ടുവരും, ആ ചിരിയേ ഉള്ളൂ. പിന്നെ അവൻ ആ ചിരിയില്ല. കേരളത്തിൽ നിന്ന് ഒരാൾ ബോംബെയിൽ വന്നു. അന്ന് ഞാൻ ബോംബെയിലുണ്ട്. അവിടെ വന്നിട്ട് അദ്ദേഹം എച്ചിൽ പാത്രം കഴുകുകയാണ്. അന്ന് അദ്ദേഹത്തിന് 9-10 രൂപ ശമ്പളമുള്ളൂ. ആ ശമ്പളത്തിൽ നിന്ന് ഒരു 5 പൈസ പുള്ളി ചിലവാക്കൂല. അങ്ങനെ തന്നെ 300 രൂപ വെച്ച് മാസം വീട്ടിലയച്ചുകൊണ്ടിരിക്കുകയാണ്. 88-ൽ 89-ൻ്റെ കാലഘട്ടത്തിലാണ് പറയണേ. തൊട്ട് അടുത്തുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒരു ഫോൺ, അന്ന് ഒരു കത്ത് വരിക. ഇത് സുലൈമാൻ്റെ വീട് വീണ്ടും പൊളിച്ച് നമ്മളെ വീടിനേക്കാളും വലുതാണ് കേട്ടോ. ഏതാണ്ട് ഗൾഫിൽ കിടക്കുന്ന പോലെയാണ്. ഇവൻ അവിടെ ചെന്നിട്ട് പൈസ അടിക്കുന്ന പോലെയാണ്. ഏത് കറൻസി അടിക്കാൻ പോയതുപോലെയാണ് ബോംബെ കിടന്നിട്ട് പറയുന്നത്. സുലൈമാൻ്റെ വീട് പൊങ്ങി, നമ്മളെന്നാ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ചോദിക്കേണ്ട കാര്യങ്ങളാണോ? ഇതൊക്കെ ഇവിടെ ഇട്ട് പോവില്ലേ? മനസ്സമാധാനം കൊടുക്കാത്ത പെണ്ണുങ്ങളെ നീയൊക്കെ എന്തിനാ ഭാര്യയായിട്ട് ജീവിക്കുന്നത്? നിസ്കരിക്കുന്നത് എന്തിനാ? അവരൊക്കെ കരയുക, കണ്ണുനീരല്ല വരുന്നത്, തീവെള്ളം. എൻ്റെ അടുത്തൊക്കെ പറയും, നിങ്ങളൊന്ന് കല്യാണം കഴിക്കല്ല കേട്ടോ. അതെ, ഇത് കണ്ടോ, എൻ്റെ കത്ത് വായിപ്പിച്ചു തരും. കല്യാണം കഴിക്കല്ല കേട്ടോ, ഇത് കണ്ടോ, കത്ത് കണ്ടോ. മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ സമ്മതിക്കാത്ത കൂട്ടരാണ് ഈ പെണ്ണുങ്ങളെന്ന് പറയുന്നത്. അടുത്തവരെ കണ്ട് അസൂയപ്പെടുന്നവരാണ്. എന്നിട്ട് നിങ്ങളൊക്കെ ഒടുക്കത്തെ നിസ്കാരം. നീയൊക്കെ എന്തിനാ നിസ്കരിക്കുന്നത്? അപ്പുറത്തെ വിട്ട് 30,000 ബെഡ്, അടുത്ത 25,000 ബെഡ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിസ്കരിക്കുന്നവർക്ക് ചെറിയൊരു തെറ്റ് വന്നാൽ നരകത്തിൻ്റെ ഏറ്റവും വലിയ താഴ്വാരം നീ മൈശറ മൈതാനത്തിൽ പോകില്ലെന്നാണ്. നിസ്കരിക്കുന്ന പെണ്ണാവട്ടെ ആണാവട്ടെ, അവരുടെ മനസ്സിലൊരു ചെറിയൊരു കളങ്കം ഉണ്ടെങ്കിൽ മൈശറ മൈതാനം നീയൊക്കെ കാണൂല. അത് ഗ്യാരണ്ടിയാണ്. അതിനുമ്പ് തന്നെ നീ നരകത്തിലേക്കാണ്, വേറെ വഴി തിരിച്ചുവിടും. അള്ളാഹിൻ്റെ അടുത്ത് നിനക്ക് അവകാശം ഒരു കാര്യം പറയാനുള്ള ചാൻസ് കിട്ടൂല. അതിനുമ്പ് തന്നെ നീ അങ്ങ് പോവും. അതിനെക്കാലം നിസ്കരിക്കാതിരിക്കാൻ നല്ലത്. എന്തിനാ നിസ്കരിക്കുന്നത്? അള്ളാഹിനെ പറ്റിക്കാനാണോ? അതോ കരക്കാരെ നാട്ടുകാരെ വീട്ടുകാരൊക്കെ പറ്റിക്കാനാണോ? മക്കൾ അങ്ങനെ ചെയ്യില്ല കേട്ടോ. അള്ളാഹിൻ്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ സമാധാനം ഉള്ള കഞ്ഞി വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കണം. ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് വന്നപ്പോൾ 2 ദിവസം കഴിഞ്ഞാലേ ചോദിച്ചാലും കുഴപ്പമില്ല, ഇനി എന്നാ പോകണമെന്ന്. അതാണ് ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കുന്നേ. ഇനി അങ്ങോട്ടെങ്കിലും യാത്ര ഉണ്ടോയെന്ന് ചോദിക്കണം. ഇനി എന്നാ പോകണമെന്നല്ല ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പോകണ്ട, നമുക്ക് ഉള്ള വെള്ളം കുടിച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ നോക്ക്, ഡെയിലി നമുക്ക് കാണാം. അത് പറയൂല. ഇന്ന് ചില സ്ഥലത്ത് ചില കേരളത്തിലെ ആണുങ്ങൾ ഇവിടെ അടിമാലി വന്ന് കിടക്കുക, അവിടെ കിടക്കാൻ വിടുന്നില്ല. പെരുന്നാൾ കൂടാതെ വന്ന ചെറുക്കന്മാരുണ്ട് ഇവിടെ, പെരുന്നാൾ കൂടാതെ. പക്ഷെ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത്? മനസ്സമാധാനം ഇല്ലെങ്കിൽ ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ കഷ്ടം ഞാൻ പറയാണ്, അവരുടെ സങ്കടം തീയാണ് അവരുടെ കണ്ണിൽ നിന്ന് വരുന്ന ആണുങ്ങളുടെ. ഈ പെണ്ണുങ്ങൾ
വീട്ടിൽ കിടക്കാൻ സമ്മതിക്കില്ല. അപ്പുറത്ത് അങ്ങനെ ചെയ്യുന്നു, ഇപ്പുറത്ത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാ? കണ്ണ് അങ്ങോട്ടല്ല നോക്കേണ്ടത്, നേര് വഴിക്ക് കണ്ണ് നോക്ക്. കണ്ണ് തന്നിരിക്കുന്ന എന്തരട്ടെ? കുശുമ്പ് വർത്തിക്കാനല്ല, അൽഹംദുലില്ലാ പറയാൻ വേണ്ടിയിട്ടാണ്. അൽഹംദുലില്ലാ, അവൻ്റെ വീട് കണ്ട് അൽഹംദുലില്ലാ പറയണം. അതായത് സ്വോത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, സ്വോത്രം പറഞ്ഞ് പഠിക്കുക, അൽഹംദുലില്ലാ പറഞ്ഞ് പഠിക്കുക. അല്ല അവരെ കൊണ്ട് അസൂയ പറഞ്ഞ് പഠിപ്പിക്കലല്ല, വീട്ടിൽ വന്ന് കെട്ടിയവനെ കിടക്കാൻ വിടലല്ല. ഉള്ള വെള്ളം കുടിച്ച് കിടക്കൂ. അവർ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുന്ന തീ കട്ടയാണ് അവിടെ, വെയിൽ. അറബീൻ്റെ അടിവരെ കൊണ്ടിട്ടുണ്ടാവും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അടുത്ത വീഡിയോ കാണാം.